ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ദ നെക്സ്റ്റ് ക്ലാസ് ഓഫ് ബയോളജി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് പാർട്ടിലെ 6th ചാപ്റ്റർ ആയിട്ടുള്ള ദ ബയോളജി ഓഫ് മൂവ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാ ഓർഗാനിസത്തിലും എർത്തിലുള്ള എല്ലാ ആനിമൽസിനും മൂവ്മെൻറ്റിനുള്ള ലോക്കോമോഷനുള്ളൊരു എബിലിറ്റി ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ്, മൂവ്മെൻറ്റ് എന്നുള്ള പ്രോസസ്സ് എങ്ങനെയാണ് ബോഡിയിൽ നടക്കുന്നത്, ആ ഒരു പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ബോഡി പാർട്സ് ആൻഡ് ഓർഗൻസ് ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് അവർ ക്ലാസ്. നോക്കാം, ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ട് പേജിൽ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അതിൽ ഒരു ബോയ് ചോദിക്കുകയാണ്, വൈ നോട്ട് പ്ലേയിങ്, എന്തുകൊണ്ടാണ് നീ കളിക്കാത്തത്? അപ്പോൾ അടുത്ത ആൾ അതിന് ആൻസർ ചെയ്യാണ്, ഐ ക്യാൻ പ്ലേ നോട്ട് ഓൺലി ഫുട്ബോൾ ബട്ട് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ ഓൾസോ ബട്ട് ഐ നീഡ് എ കമ്പ്യൂട്ടർ. ഓക്കെ, അപ്പോൾ എന്താണ് അവർ ആൻസർ ചെയ്തത്? എന്താണ്, ഞാൻ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ കളിക്കുന്നുണ്ട് അല്ലേ, പക്ഷേ എനിക്കിതൊക്കെ കളിക്കണമെങ്കിൽ ഐ നീഡ് എ കമ്പ്യൂട്ടർ, എനിക്കൊരു കമ്പ്യൂട്ടർ വേണം. അപ്പോൾ ഫസ്റ്റത്തെ ആൾ ഉദ്ദേശിച്ചത് എന്താണ്, പ്ലേ ഗ്രൗണ്ടിലുള്ള ആ പ്ലേയിങ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ, എന്നാൽ സെക്കൻഡ് പേഴ്സൺ എന്താ പറഞ്ഞത്, അദ്ദേഹം പ്ലേ ചെയ്യാറുണ്ട്, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കമ്പ്യൂട്ടർ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഹെൽപ്പിൽ മാത്രം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ട് മാത്രമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, പ്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവാലുവേറ്റ് ദ ചൈൽഡ് ഒപ്പീനിയൻ. ഈ രണ്ട് ചൈൽഡിൻ്റെയും ഒപ്പീനിയൻ ഇവാലുവേറ്റ് ചെയ്യാൻ. കമ്പ്യൂട്ടർ ദ ടു പ്ലേയിങ് ഇൻ ദ ഗ്രൗണ്ട് ആൻഡ് ഗെയിമിംഗ് ഓൺ കമ്പ്യൂട്ടർ. ഓക്കെ, അതായത് നമ്മുടെ സാധാ ഗ്രൗണ്ടിലുള്ള പ്ലേയിങ്ങും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ഗെയിമുകളിലൂടെയുള്ള പ്ലേയിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ, അത് കമ്പയർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ബെനഫിറ്റ്സ്, പ്ലേ ഗ്രൗണ്ടിലുള്ള പ്ലേയിങ്ങിൻ്റെ ആ ബെനഫിറ്റ്സ് താഴെ നോട്ട് ചെയ്യാനാണ് പറയുന്നത്. നമുക്കറിയാം, പ്ലേ എന്ന് പറയുന്നത് നമുക്കൊരു കമ്പ്യൂട്ടറിലും ചെയ്യാൻ പറ്റും, ഗ്രൗണ്ടിലും ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിനെ രണ്ടിനും കമ്പയർ ചെയ്യണം. ഇതിൽ ഏറ്റവും കൂടുതൽ നല്ല ബെനിഫിറ്റ് ഉള്ളത് ഏതിനാണ്? ഗ്രൗണ്ടിലുള്ള പ്ലേയിങ്ങിനാണ് അല്ലേ. അത് എന്തുകൊണ്ടാണ്? അത് നമുക്കൊരു ഫിസിക്കൽ എക്സസൈസും കൂടിയാണ്. ഒരു എക്സസൈസാണ് ഏത്, ഈ നമ്മുടെ ഈ ഗ്രൗണ്ടിലുള്ള പ്ലേയിങ്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് നമ്മുടെ ബോഡിയിൽ ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസസ് അവർ ഫിസിക്കൽ സ്ട്രെങ്ത്. നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി റെഡ്യൂസസ് അവർ മെൻ്റൽ സ്ട്രെസ്സ്. നമ്മുടെ മെൻ്റൽ സ്ട്രെസ് ഉണ്ട്. ഓക്കെ, ഈ സ്ട്രെസ്സ് കുറയ്ക്കാനും നമ്മൾ കുറച്ച് നേരം കളിക്കുന്നത് നന്നായിരിക്കും അല്ലേ. അപ്പോൾ അത് കളിക്കുന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു അതൊരു എക്സസൈസാണ്. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും. അതുകൂടാതെ എന്തുണ്ടായിരിക്കും, നമ്മുടെ മെൻ്റൽ സ്ട്രെസ്സും എന്ത് ചെയ്യും, കുറയ്ക്കും അല്ലേ. ഇനി ഇത് കൂടാതെ എക്സസൈസ് ഓൾസോ ഹെൽപ്പ് us ടു വർക്ക് എനർജിക്കലി. അതായത് എക്സസൈസ് ചെയ്യുന്നത് മൂലം നമുക്ക് നല്ല എനർജറ്റിക്കലി നമ്മുടെ വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഒരു പ്ലേ ഗ്രൗണ്ടിൽ പ്ലേ ചെയ്യുമ്പോഴുള്ള അഡ്വാൻറ്റേജസ്, അതിൻ്റെ ബെനഫിറ്റ്സ്. മനസ്സിലായല്ലോ? അതെന്താണ്, ഒരു ഫിസിക്കൽ എക്സസൈസ് കൂടിയാണ്. ഫിസിക്കൽ എക്സസൈസ് നമ്മുടെ ബോഡിയിലെ നമ്മുടെ ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കും, മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. അതുകൂടാതെ എക്സസൈസ് ഓൾസോ ഹെൽപ്പ് us ടു വർക്ക് എനർജറ്റിക്കലി. ഓക്കെ, ഇത്രയുമാണ് എന്തിൻ്റെ അഡ്വാൻറ്റേജ്, എക്സസൈസിൻ്റെ ബെനഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്. എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് അത് നമുക്ക് ഓരോ ഓർഗൻസ് വെച്ചിട്ട് തന്നെ പറയാം. ഫസ്റ്റ് നമ്മളിവിടെ ഹാർട്ടിലാണ്. ഹാർട്ടിൻ്റെ എക്സസൈസ് ചെയ്യുന്നത് മൂലം ഹാർട്ടിനുണ്ടാവുന്ന അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന്, ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ. നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആ ടൈമിൽ ബ്ലഡ് സർക്കുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ത്രൂ ഔട്ട് ദ ബോഡി, നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റും സർക്കുലേഷൻ എന്നുള്ള പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദെൻ കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്. എക്സസൈസ് ചെയ്യുന്നത് മൂലം നമ്മുടെ കാർഡിയാക് മസിൽസ്, ഓക്കെ, ഹാർട്ടിൽ കാണപ്പെടുന്ന മസിൽസാണ് ഏത്, കാർഡിയാക് മസിൽസ്. ആൻഡ് ദ കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്. മനസ്സിലായല്ലോ? അപ്പോൾ അതാണ് എക്സസൈസ് ചെയ്യുന്നത് മൂലം ഹാർട്ടിനുണ്ടാവുന്ന ബെനിഫിറ്റ്സ്. ഇനി ലങ്സിൻ്റെ കേസ് എടുത്താൽ നോക്കാം. എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കംസ് മോർ ഇഫക്റ്റീവ്. എന്താണ്, റെസ്പിറേഷൻ എന്നുള്ള ആ ഒരു പ്രോസസ്സ് മോർ ഇഫക്റ്റീവായി മാറും. നമുക്കറിയാം, ഗ്യാസസിൻ്റെ എക്സ്ചേഞ്ച്, നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മൾ നന്നായിട്ട് ബ്രീത്തിങ് എന്നുള്ള ഒരു പ്രോസസ്സ് ഫാസ്റ്റായിട്ട് നടക്കുന്നത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ബ്രീത്തിങ് ഫാസ്റ്റ് ആവുന്നത് മൂലം നമ്മുടെ ആ എന്തായിരിക്കും, എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് എന്നുള്ള ബ്രീത്തിങ് എന്നുള്ള പ്രോസസ്സ് മോർ എഫക്റ്റീവായിട്ട് മാറും.
ഓക്കെ, ഇനി ഇത് കൂടാതെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. നമ്മൾ വൈറ്റൽ കപ്പാസിറ്റി എന്താണെന്നുള്ളത് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ എക്സസൈസ് മൂലം നമ്മുടെ വൈറ്റൽ കപ്പാസിറ്റിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കാം അടുത്തൊരു അഡ്വാൻറ്റേജ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റോർഡ് ഫാറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ദെർബൈ ഒബസിറ്റി ഈസ് റെഡ്യൂസ്ഡ്. നമുക്കറിയാം പൊണ്ണത്തടി ഇപ്പം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരവസ്ഥയാണ് ഈ പൊണ്ണത്തടി. അതിന് കാരണം എന്താണ്? ഒബസിറ്റിക്ക് കാരണം മെയിനായിട്ട് എന്താണ്? നമുക്കറിയാം നമ്മുടെ ഈ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ തന്നെയാണ് ഒബസിറ്റിക്ക് കാരണം. അതുകൂടാതെ ലാക്ക് ഓഫ് എക്സസൈസും ഒബസിറ്റിക്ക് കാരണമാണ്. അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നൊരു വ്യക്തിക്ക് ഒബസിറ്റി എന്ത് ചെയ്യാം, റെഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലാതാക്കാം. ഓക്കെ, ഒബസിറ്റി ഉണ്ടാവാൻ കാരണം എന്താണ്? നമ്മൾ കഴിക്കുന്ന ഫുഡിലെ എക്സസ് ആയിട്ടുള്ള ഫാറ്റ് നമ്മുടെ ബോഡിയിലൊക്കെ എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കും. അതാണ് ഈ ഒബസിറ്റിക്ക് കാരണം. അപ്പോൾ ഈ ഡെപ്പോസിറ്റ് ചെയ്ത ഫാറ്റ് എന്ത് ചെയ്യും, ബ്രോക്കൺ ഡൗൺ ചെയ്യും. എന്ത് ചെയ്യുമ്പോൾ? എക്സസൈസ് ചെയ്യുമ്പോൾ. മനസ്സിലായല്ലോ? അപ്പോൾ എക്സസൈസ് ചെയ്യുമ്പോൾ സ്റ്റോർഡ് ആയിട്ടുള്ള ഫാറ്റ് ബ്രോക്കൺ ഡൗൺ ചെയ്യും, വിഘടിക്കും. അതിൻ്റെ ഫലമായിട്ട് ഒബസിറ്റി എന്നുള്ള ഒരു പൊണ്ണത്തടി എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, ഇനി അത് കൂടാതെ സ്വെറ്റ്സ് മോർ ആൻഡ് സോ മോർ വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. ഓക്കെ, സ്വെറ്റ് നമുക്കറിയുന്ന ഒരു കാര്യമാണ്. എക്സസൈസ് ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വിയർക്കും അല്ലേ? വിയർക്കുന്ന സ്വെറ്റിങ് കൂടും. സ്വെറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. നമ്മുടെ ഒരു എക്സ്ക്രീറ്ററി പ്രോസസ്സാണ് അല്ലേ? ഓക്കെ, അതായത് എക്സസ് ആയിട്ടുള്ള വാട്ടറിനെയും സോൾട്ടിനെയും ഒക്കെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്വെറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് സ്വെറ്റ് ഫോം ചെയ്യും. ഈ സ്വെറ്റ് വഴി എക്സസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും, എലിമിനേറ്റ് ചെയ്യും. മനസ്സിലായല്ലോ? ഇനി നോക്കാം മസിൽസിനെ എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നോക്കാം. മോർ കാപ്പിലറീസ് ആർ ഫോംഡ് ഇൻ മസിൽസ്. മസിൽസിൽ ധാരാളം കാപ്പിലറീസ് ഫോം ചെയ്യും. അപ്പോൾ എന്താണ്? മസിൽസിലുള്ള സർക്കുലേഷനും കൂടും. ദെൻ ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ്. മസിലിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, അപ്പോൾ ഞാനതൊന്നും കൂടി പറഞ്ഞുതരാം. ഹാർട്ടിലാണെങ്കിൽ സർക്കുലേഷൻ എന്നുള്ളൊരു പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യും. കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ് ആവും. ഇനി ലങ്സിൻ്റെ കേസിലോട്ട് വരുമ്പോൾ റെസ്പിറേറ്ററി എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ ഇഫക്റ്റീവ് ആവും. വൈറ്റൽ കപ്പാസിറ്റിയും ഇൻക്രീസ് ചെയ്യും. ഇനി നമ്മുടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഫാറ്റിനെ എക്സസൈസ് എന്ത് ചെയ്യും, എക്സസൈസ് വഴി ബ്രോക്കൺ ഡൗൺ ചെയ്യും. ഇത് ഒബസിറ്റി എന്ന് പറയുന്നതിനെ അല്ലെങ്കിൽ ഒബസിറ്റി എന്ന് പറഞ്ഞാൽ കണ്ടീഷനെ റെഡ്യൂസ് ചെയ്യും. ഇനി മോർ സെറ്റ്, എക്സസൈസ് വഴി നമ്മുടെ ബോഡിയിൽ മോർ സെറ്റ് ഫോം ചെയ്യും. ഈ സെറ്റ് വഴി മോർ വേസ്റ്റ് എലിമിനേറ്റഡ്. ഓക്കെ, ഇനി അത് കൂടാതെ എന്താണ്? മസിൽസിൻ്റെ കേസ് ആകുമ്പോൾ മസിൽസിൽ എക്സസൈസ് കണ്ടിന്യൂസ് ആയി എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് മസിൽസിൽ ധാരാളം കാപ്പിലറീസ് ഫോം ചെയ്യും. ഇത് കൂടാതെ മസിലിൻ്റെ എഫിഷ്യൻസിയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇത്രയുമാണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ് എന്നുള്ള പ്രോസസ്സ്. അപ്പോൾ നോക്കുക, പ്രിപ്പയർ എ നോട്ട് ഓൺ ഹൗ എക്സസൈസ് ഈസ് ബെനിഫിഷ്യൽ ടു ദ ബോഡി. എക്സസൈസ് എങ്ങനെയാണ് നമ്മുടെ ബോഡിക്ക് ബെനിഫിഷ്യൽ അല്ലെങ്കിൽ ബെനിഫിറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തെഴുതണം? അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ പഠിച്ച ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്തൊക്കെയാണ്? എക്സസൈസ് ഹെൽപ്പ് ആസ് ഇൻ മെനി വേസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ ഓൾ ഓവർ ദ ബോഡി. ദെൻ കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്. മോർ കാപ്പിലറീസ് ആർ ഫോംഡ് ഇൻ മസിൽ. Increases the efficiency of muscle, and stored fat is broken down, thereby reduce obesity. Sweat more, and so more waste is eliminated through sweat, and exchange of respiratory gases become more effective, and vital capacity increases. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എക്സസൈസിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ എഴുതേണ്ടത്. ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സസൈസ് ഹെൽപ്സ് അവർ റെസ്പിറേറ്ററി സിസ്റ്റം മോർ ഹെൽത്തി. ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? സബ്സ്റ്റൻഷ്യേറ്റ് യുവർ ആൻസർ. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എക്സസൈസ് നമ്മളെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ മോർ ഹെൽത്തി ആക്കും. നിങ്ങൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മൾ അഗ്രി ചെയ്യുന്നുണ്ടല്ലേ? യെസ്, ഐ അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. ദെൻ എക്സസൈസ് ഇൻക്രീസസ് അവർ വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കം മോർ ഇഫക്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, നമ്മുടെ ഹാർട്ടിൻ്റെ കേസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? അതിൽ നമുക്ക് അഗ്രി ചെയ്യാം. കാരണം എന്താണ്? നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കാർഡിയാക് മസിൽസൊക്കെ മോർ ഇഫക്റ്റീവ് ആവുന്നുണ്ട്. ഇനി നമ്മുടെ മസിൽസിൻ്റെ കേസ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങളിത് നോട്ട് ചെയ്യാം.
ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന 2 ടൈപ്പ് മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ്. വോളണ്ടറി മൂവ്മെൻറ്റ് ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. നിങ്ങൾക്കത് ചെറിയ ക്ലാസ് മുതലേ അറിയുന്നതാണ്. എന്താണ് ഈ വോളണ്ടറി മൂവ്മെൻറ്റ്, എന്താണ് ഈ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. വോളണ്ടറി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വില്ലിനനുസരിച്ചുള്ള മൂവ്മെൻ്റ് ആണ് എന്ത്, വോളണ്ടറി മൂവ്മെൻറ്റ്സ്. അപ്പോൾ എന്താണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്? ദ മൂവ്മെൻറ്റ്സ് വിച്ച് ഒക്കർ അക്കോർഡിംഗ് ടു അവർ വിൽ ഈസ് കോൾഡ് വോളണ്ടറി മൂവ്മെൻറ്റ്. നമ്മളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക, വോളണ്ടറി മൂവ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ എനിക്കൊരു ഒബ്ജക്റ്റ് എടുക്കണമെങ്കിൽ എൻ്റെ കൈ ആ ഭാഗത്തോട്ട് പോകുന്നുണ്ട്, അത് എടുക്കാൻ വേണ്ടി എൻ്റെ കൈ പോകുന്നുണ്ട് അല്ലേ. ഇനി എനിക്ക് നടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ കാലുകൾ എന്ത് ചെയ്യും, മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ലെഗ്, നമ്മുടെ ഹാൻഡ്, നമ്മുടെ ടങ്ക് ഇതൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഒക്കെ, അതായത് ഈ ഹാൻഡിൻ്റെയും ലെഗിൻ്റെയും ടങ്കിൻ്റെയും ഒക്കെ മൂവ്മെൻറ്റിനെ പറയുന്ന പേരാണ് എന്ത്, വോളണ്ടറി മൂവ്മെൻറ്റ്. മനസ്സിലായോ? അപ്പോൾ എന്താണ് വോളണ്ടറി മൂവ്മെൻറ്റ്? ദ മൂവ്മെൻറ്റ്സ് വിച്ച് ഒക്കെ അക്കോർഡിംഗ് ടു അവർ വിൽ, നമ്മുടെ ഇഷ്ടാനുസരണം നടക്കുന്ന മൂവ്മെൻ്റ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്. ആൻഡ് വാട്ട് ഈസ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്? അപ്പോൾ എന്തായിരിക്കും, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഇൻവോളണ്ടറി ആയിരിക്കും. അതായത് നമ്മുടെ വില്ലിനനുസരിച്ച് എന്താവില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. അപ്പോൾ ദ മൂവ്മെൻറ്റ്സ് വിച്ച് ആർ നോട്ട് കൺട്രോൾഡ് ബൈ അവർ വിൽ ഈസ് കോൾഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. നമ്മുടെ ഇഷ്ടാനുസരണം സാധ്യമാവാത്ത, നടക്കാത്ത മൂവ്മെൻറ്റ്സിനെ പറയുന്ന പേരാണ് എന്ത്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മൂവ്മെൻ്റ് ആണ്, നമുക്കറിയാം ഹാർട്ട് ബീറ്റ്. ഹാർട്ട് ബീറ്റ് അവിടെ എന്താ, ഹാർട്ട് ബീറ്റ് ഒരു മൂവ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇനി നമ്മുടെ ബ്രീത്തിങ് എന്നുള്ള പ്രോസസ്സ്, ഓക്കെ, ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ലങ്സ് അല്ലെങ്കിൽ നമ്മുടെ തൊറാസിക് റീജിയൻ എന്ത് ചെയ്യും, ആ സമയത്ത് നമ്മളറിയാം പൊന്തുന്നു താഴുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇനി നമ്മുടെ പൾസ് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, അവിടെ ഒരു മൂവ്മെൻ്റ് ആണ് നടക്കുന്നത്, പൾസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ ഹാർട്ട് ബീറ്റ്, പൾസ്, അതുപോലെ തന്നെ ബ്രീത്തിങ് ഒക്കെ എന്തിന് എക്സാമ്പിളാണ്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ കാണിച്ചിട്ടുള്ളതാണ് ആ ടേബിൾ. എന്താണ് പറയുന്നത്, പ്രിപ്പയർ എ ടേബിൾ അബൌട്ട് വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. എന്താണ് ഈ ടേബിൾ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. എന്തൊക്കെ വെച്ചിട്ട് എഴുതണം, വോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ഏതാണ്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ഏതാണെന്ന് എഴുതണം. അപ്പം ഞാൻ ഇതിൽ തന്നെ അത് ആൻസർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കുക. വോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ് ഹാൻഡ് മൂവ്മെൻറ്റ്സ്, നമ്മുടെ കൈയിൻ്റെ മൂവ്മെൻറ്റ്സ്, ദെൻ മൂവ്മെൻറ്റ് ഓഫ് ടങ്ക്, പിന്നെന്താണ് ടങ്കിൻ്റെ മൂവ്മെൻറ്റ്, ദെൻ മൂവ്മെൻറ്റ് ഓഫ് ലെഗ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്, മൂവ്മെൻറ്റ് ഓഫ് ഹാൻഡ്, ലെഗ് ആൻഡ് ടങ്ക്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, വോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. ഇനി ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്, ഹാർട്ട് ബീറ്റ്, ലങ്സിൻ്റെ മൂവ്മെൻറ്റ്, ദെൻ പൾസ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തിൻ്റെ എക്സാമ്പിൾ, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. മനസ്സിലായല്ലോ. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് മസിൽസിനെ കുറിച്ചാണ്. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മസിലാണ് സ്കെലട്ടൽ മസിൽ. സ്കെലട്ടൽ മസിൽ ഈസ് അതർവൈസ് കോൾഡ് സ്ട്രയേറ്റഡ് മസിൽസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് സ്ട്രയേറ്റഡ് മസിൽ എന്താണെന്ന് ചോദിച്ചാൽ എഴുതണം, അതും എന്ത് തന്നെയാണ്, സ്കെലട്ടൽ മസിലാണ്, മാറിപ്പോകരുത്. ഓക്കെ, ഇനി അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നോക്കുക. സീൻ അറ്റാച്ച്ഡ് ടു ദ ബോൺസുമായി അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിൽസാണ് ഏത്, സ്കെലറ്റൽ മസിൽസ്. ഇനി അതിലെന്താണ്, ഏത് ടൈപ്പ് സെല്ലുകളാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്, സിലിണ്ട്രിക്കൽ സെൽസ് ആണ്. ദെൻ ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീൻ. നിങ്ങൾ ആ പിക്ചറിൽ നോക്കുക, അതിൽ ഡാർക്ക് കളറിലും അതുപോലെ തന്നെ ലൈറ്റ് കളറിലും സ്ട്രയേഷൻസ്, ഇങ്ങനെ വരകൾ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ദെൻ മേക്ക് വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ, അതാണ് അതിന് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവാൻ കാരണം അതിന് ഹെൽപ്പ് ചെയ്യുന്ന മസിൽ ഏതാണ്, സ്കെലറ്റൽ മസിലാണ്. ഓക്കെ, ഒന്നും കൂടി പറഞ്ഞുതരാം. സ്കെലറ്റൽ മസിൽ ഈസ് അതർവൈസ് കോൾഡ് സ്ട്രയേറ്റഡ് മസിൽ ആൻഡ് ഇറ്റ് ഈസ് സീൻ അറ്റാച്ച്ഡ് ടു ദ ബോൺസ്. ദെൻ സിലിണ്ട്രിക്കൽ സെൽസ് ആർ പ്രസൻറ്റ്. Dark and light striations are seen in the skeletal muscle and skeletal muscles make voluntary movements possible. Okay, ഇനി അടുത്ത മസിലാണ് സ്മൂത്ത് മസിൽ. ഓക്കെ, സ്മൂത്ത് മസിൽ ഈസ് അതർവൈസ് കോൾഡ് നോൺ സ്ട്രയേറ്റഡ് മസിൽസ്. അപ്പോൾ സ്ട്രയേറ്റഡ് മസിൽ ഏതാണ്, സ്കെലട്ടൽ മസിലാണ്. നോൺ സ്ട്രയേറ്റഡ് മസിലാണ് ഏത്, സ്മൂത്ത് മസിൽ. ഓക്കെ, ഇനി സ്മൂത്ത് മസിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഒന്ന് നോക്കുക. സീൻ ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് ദ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ബ്ലഡ് വെസൽ. എവിടെയാണ് കാണപ്പെടുന്നത് സ്മൂത്ത് മസിൽ, സ്റ്റൊമക്കിൻ്റെയും ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതുപോലെ തന്നെ
ബ്ലഡ് വെസൽസ്, ഇതിലൊക്കെ കാണപ്പെടുന്ന മസിലാണ് ഏത്, അല്ലെങ്കിൽ ഇതിനോടൊക്കെ അറ്റാച്ച് ചെയ്ത് കാണപ്പെടുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. ദെൻ സ്പിൻഡിൽ ഷേപ്ഡ് സെൽസ് കൊണ്ടാണ് സ്മൂത്ത് മസിൽസ് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇത് നമ്മൾ പറഞ്ഞു നോൺ സ്ട്രയേറ്റഡ് മസിൽസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ സ്ട്രയേഷൻസ് ആർ നോട്ട് സീൻ. ഓക്കെ, അപ്പോൾ നോ സ്ട്രയേഷൻസ്. ആൻഡ് ഇറ്റ് മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾസ്. അപ്പോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവുന്നതിന് ഏത് മസിലാണ്, സ്മൂത്ത് മസിൽ. അതാണ് അതിൻ്റെ ഫംഗ്ഷൻ, മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. സ്കെലറ്റൽ മസിലാവുമ്പോൾ എന്താണ്, വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ് അവിടെ. എന്നാൽ സ്മൂത്ത് മസിലാവുമ്പോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ് പോസിബിൾ. മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് മസിലാണ് കാർഡിയാക് മസിൽ. കാർഡിയാക് മസിൽസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് സീൻ ഓൺ ദ വാൾ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൻ്റെ വാളിൽ കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക് മസിൽ. അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്, കാർഡിയാക് മീൻസ് ഹാർട്ടാണ് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഹാർട്ടിൻ്റെ വാൾസിൽ കാണപ്പെടുന്ന മസിലാണ് ഏത്, കാർഡിയാക് മസിൽ. ആൻഡ് ഇറ്റ്സ് എ ബ്രാഞ്ച്ഡ് സെൽസ് കൊണ്ടാണ് ഇത് ഫോം ചെയ്തിട്ടുള്ളത്. ആൻഡ് സ്ട്രയേഷൻസ് ആർ സീൻ, സ്ട്രയേഷൻസ് അതിൽ കാണപ്പെടുന്നുണ്ട്. ദെൻ മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. ഓക്കെ, അപ്പോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ ആവാൻ കാരണം കാർഡിയാക് മസിൽസ് ആണ്. അപ്പോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് പോസിബിൾ ആവുന്ന രണ്ട് മസിൽസാണ് കാർഡിയാക് മസിൽസും സ്മൂത്ത് മസിൽസും. ഓക്കെ, കാർഡിയാക് മസിൽ ആണെങ്കിൽ അത് ഹാർട്ടിൻ്റെ വാളിലാണ് കാണപ്പെടുന്നത്. സ്മൂത്ത് മസിൽ ആണെങ്കിൽ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് കാപ്പിലറീസ് എക്സെട്ര. ഇനി സ്കെലറ്റൽ മസിൽ ആകുമ്പോൾ അത് ബോൺസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. ഓക്കെ, സ്കെലറ്റൽ മസിലിലും കാർഡിയാക് മസിൽസിലും സ്ട്രയേഷൻസ് ഉണ്ട്. എന്നാൽ സ്മൂത്ത് മസിലിൽ എന്തില്ല, സ്ട്രയേഷൻസ് ഇല്ല. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ മസിലും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും നിങ്ങൾ ബോക്സ് വരച്ച് അത് കമ്പയർ ചെയ്ത് എഴുതുക. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് ടോപ്പിക്കാണ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്. എക്സസൈസിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്ന്, ഫിസിക്കൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മെൻ്റൽ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എനർജറ്റിക്കായി വർക്ക് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഇത് കൂടാതെ നമ്മുടെ ഹാർട്ടിനും അതുപോലെ തന്നെ ലങ്സിനും പിന്നെ നമ്മുടെ മസിൽസിനുമൊക്കെ എന്തുണ്ട്, എക്സസൈസ് ചെയ്യുന്നത് മൂലം ഒരുപാട് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് വോളണ്ടറി ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ആണ്. വോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ വില്ലിനെ അനുസരിച്ച് നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഇൻവോളണ്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിലല്ലാതെ നടക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. അത് കഴിഞ്ഞ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മസിൽസ് പഠിച്ചു. മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്, സ്കെലറ്റൽ മസിൽ, സ്മൂത്ത് മസിൽ ആൻഡ് കാർഡിയാക് മസിൽ. സ്കെലറ്റൽ മസിൽ പറയുമ്പോൾ നമ്മൾ പഠിച്ചു ഇറ്റ്സ് എ സ്ട്രയേറ്റഡ് മസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സ്ട്രയേഷൻസ് കാണപ്പെടുന്നുണ്ട്, സിലിണ്ട്രിക്കൽ സെല്ലാണുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ബോൺസിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് കാണപ്പെടുന്നത്. വോളണ്ടറി മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വോളണ്ടറി. ഓക്കെ, പിന്നെ സ്മൂത്ത് മസിൽസ് പഠിച്ചു. സ്മൂത്ത് മസിൽസിലാണ് നമ്മൾ അതിനെ നോൺ സ്ട്രയേറ്റഡ് മസിൽസ് എന്നാണ് പറയുന്നത്. ഇൻവോളണ്ടറി റെസ്പോൺസസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് ആയിട്ടുള്ള സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, ബ്ലഡ് വെസൽസിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് കാണപ്പെടുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. ദെൻ കാർഡിയാക് മസിൽ നമ്മുടെ ഹാർട്ടിൻ്റെ വാളിൽ കാണപ്പെടുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ഇൻവോളണ്ടറി റെസ്പോൺസാണ് സാധ്യമാക്കുന്നത്. അത് കൂടാതെ നമ്മൾ പഠിച്ചു സ്ട്രയേഷൻസ് സി. ഓക്കെ സ്റ്റുഡൻസ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.